ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലൈക്ക പ്രൊഡക്ഷനും ആശീർവാദ സിനിമാസും ചേർന്ന് നിർമ്മിക്കുന്ന മലയാളത്തിന്റെ തന്നെ വമ്പൻ ബ്രഹ്മാണ്ഡ പാനന്തൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് എമ്പുരാനെ കുറിച്ചുള്ള വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു 30-35 ദിവസക്കാലവും നാം വമ്പൻ വാർത്തകളാണ് എമ്പുരാന്റെ ബിസിനസിനെ കുറിച്ച് കേൾക്കാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇപ്പോഴത്തെ എമ്പുരാനെ കുറിച്ചുള്ള ഒരു വമ്പൻ ബിസിനസിന്റെ കണക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു തമിഴ് മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ്. എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് സിനിമയുടെ സകല ബിസിനസ്സും ക്ലോസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT ഓഫറിനെ കുറിച്ചുള്ള വമ്പൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ മലയാള സിനിമ ഇൻഡസ്ട്രി OTT പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ആമസോൺ പ്രൈം, അതായത് ലൂസിഫർ എന്ന സിനിമ സ്വന്തമാക്കിയ ആമസോൺ പ്രൈം എമ്പുരാന് വേണ്ടി 50 കോടിയുടെ ഓഫറുമായിട്ട് രംഗത്തിറങ്ങി എന്നൊരു റിപ്പോർട്ടാണ് തമിഴ്നാട്ടിലെ പ്രമുഖരിൽ പ്രമുഖ മാധ്യമം കൂടിയായ വേലൈ പേജ് പുറത്തുവിട്ടിരിക്കുന്നത്. അന്യഭാഷാ സിനിമകൾക്ക് 50 കോടി രൂപ മുതൽ 150 കോടി രൂപയുടെ OTT ഡീൽ നടക്കുന്ന ഒരു കാഴ്ച നാം കാണാറുണ്ട്. എന്നാൽ ഇങ്ങ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 50 കോടി കളക്ഷൻ പോലും പല സിനിമകൾക്കും അലർജിയുള്ള കാര്യമാണ്. അപ്പോൾ അതേസമയം ലാലേട്ടന്റെ സിനിമയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് 50 കോടി OTT ഓഫർ നോക്കി പറയുന്നത് വലിയ തുകയാണെന്ന് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് ആമസോൺ പ്രൈം സമീപകാലത്ത് വലിയ മലയാളം സിനിമകളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. അവസാനമായിട്ട് അവർ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമ ഫഹദിന്റെ ആവേശവുമാണ്. ലൂസിഫർ ആമസോൺ പ്രൈം സ്വന്തമാക്കിയത് കൊണ്ട് എമ്പുരാൻ അവർ തന്നെ സ്വന്തമാക്കണമെന്ന് ഈ പറഞ്ഞ തുകയ്ക്ക് ലോക്ക് ചെയ്യണമെന്നൊന്നും തന്നെ ഇപ്പോഴും നിർബന്ധമില്ല. ഒരു പക്ഷേ ഇതിനേക്കാൾ ഉയർന്ന തുകയ്ക്ക് ഹോട്ട്സ്റ്റാർ എല്ലാം തന്നെ മുന്നോട്ട് വരികയാണെങ്കിൽ പതിവായി ലാലേട്ടൻ സിനിമകൾ ഹോട്ട്സ്റ്റാറിന് പോകുന്നതുകൊണ്ട് അവർക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. സമീപകാലത്ത് പുഷ്പ പോലും പുഷ്പയുടെ ആദ്യ ഭാഗം ആമസോൺ പ്രൈമിലും രണ്ടാം ഭാഗം നെറ്റ്ഫ്ലിക്സിലും വരുന്നൊരു കാഴ്ചയാണ് നാം കണ്ടത്. അപ്പോൾ ആകെ മൊത്തത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ബിസിനസിന്റെ കാര്യത്തിൽ എമ്പുരാൻ ഞെട്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതൊരു തുടക്കമാകട്ടെ. ഇനി OTT സാറ്റലൈറ്റ് ഒപ്പം തന്നെ സിനിമയുടെ ഓവർസീസ് അന്യഭാഷാ തിയേറ്റർ റൈറ്റ്സിലൂടെയെല്ലാം തന്നെ 100 കോടിയിലേക്ക് വരെയെല്ലാം തന്നെ എമ്പുരാൻ റിലീസിന് മുന്നേ എത്തപ്പെടുകയാണെങ്കിൽ 100 കോടി അലർജി ഉള്ളവർക്ക് അത് വലിയൊരു മറുപടി തന്നെയായിരിക്കും. കാത്തിരിക്കുക കൂടുതൽ വാർത്തകൾക്ക്.